ഹലോ, വെൽക്കം ടു ഓൾ. ഇന്നൊരു ഗാർഡൻ കാണാനുള്ള യാത്രയാണ് കേട്ടോ. പിന്നെ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർക്ക് ഇതിലൂടെയുള്ള യാത്ര എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയും ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു VIP ഏരിയയും പിന്നെന്താ പറയുക, ഒരു ഫാം ഏരിയയൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ ഗാർഡൻ. കണ്ടപ്പോണ്ടല്ലോ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. ഞാൻ ഞെട്ടി മാമാന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നുപോയി. സംതിങ് റോങ്. കാരണം എന്താ പറയുക, ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ഗാർഡൻ വേറെയായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ കാണുന്നത് എന്താ പറയുക, എല്ലാവരും വരെയും ഫസ്റ്റ് തന്നെ ഈ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ആ ഏരിയ എന്തായിരിക്കും എന്നുള്ളത്. ചെറിയ ഒരു ഏരിയ, പിന്നെന്താ പറയുക, കുറച്ച് ആനിമൽസ്, കുറച്ച് ബേഡ്സ്, ചെറിയ ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ഏരിയ കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്ക് തന്നെ പോയി. ഈ സാധനത്തിനെ കണ്ടിട്ട് നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ചിട്ടു. കാരണം എങ്ങാനും ഒരു ചെറിയൊരിത് കിട്ടിയാൽ അപ്പം നമ്മളെ കടിക്കുന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. പിന്നെ നമ്മൾ എവിടെ പോകുമ്പോൾ കാണുന്ന ആ കുറച്ച് ഐറ്റംസ് തന്നെ കേട്ടോ ഉള്ളത്. കോഴി, മയില്, ടെക്ക്, പിന്നെ നമ്മളെ എന്താ പറയുക, ക്യാമല്, ആട്, ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. വളരെ സ്പെഷ്യലായിട്ടൊന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഇനി ഞാൻ ഞെട്ടിയ കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിലാണ്. ഗൂഗിളിൽ നമ്മൾ ഈ ഗാർഡൻ നമുക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയൊരു ലൊക്കേഷൻ കേട്ടോ. അതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അടിപൊളിയായി ഫീൽ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലായത് അതിൽ കണ്ട ഫോട്ടോസും നമ്മൾ വന്നപ്പോൾ കാണുന്ന കാര്യങ്ങളും രണ്ടും ശരിക്കും പറഞ്ഞാൽ രണ്ട് മോഡൽ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ഈ പിന്നെന്താ പറയുക, സെക്ഷൻ ബോർഡുകളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് ഏരിയ, പിന്നെ സ്ട്രോബെറി ഹാങ്ങിങ്, റോസ് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നമ്മൾ വന്നപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ അതിനായിട്ടുള്ള ഒരുപാട് സെക്ഷൻ കണ്ടിട്ടോ. പക്ഷെ ആ സെക്ഷൻസ് ഒക്കെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. റിന്യൂവേഷൻ ആണോ ഇനി അതല്ലെങ്കിൽ സീസൺ എന്താണെന്നറിയില്ല, ഫുള്ള് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ആകെ നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു സെക്ഷൻ മാത്രം. ഇതാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അതിലും പകുതി തന്നെ അവർ ഇപ്പം നടുന്നതേ ഉള്ളൂ. ഒരു ഏരിയ അവർ നട്ട് കഴിഞ്ഞതോ ബാക്കി ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെന്ന സമയത്ത്. ഇവിടെ പിന്നെ സെയിലിന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പ്ലക്ക് ചെയ്ത് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാണോന്നും അറിയില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു സൈഡ് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ അവരവിടുന്ന് പ്ലക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടത് ഈ മല്ലിച്ചപ്പും പുതിനയും മാത്രം കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ നോക്കി വരുന്നവർ എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും ഇപ്പം കറക്റ്റായി കിട്ടണമെന്നും ഇല്ലല്ലോ.
എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നതുണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു. ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ, കാരണം സൈഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, ഒരു VIP ഏരിയ. അവിടെ എന്തോ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വരിക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക, പിന്നെ വേഗം തന്നെ തിരിച്ചു പോവുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മളെപ്പോലെ അബദ്ധം പറ്റി വരുന്നവരാണോന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോണ്ടല്ലോ വേറെയും കുറേ ഫാമും കാര്യങ്ങളും ഒക്കെ കാണാം, പാർക്കൊക്കെ. അധിക ഫാമും ഇതേപോലെ പബ്ലിക് അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റാണ്. പിന്നെ ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറാൻ ഇപ്പോൾ എന്താ പറയുക, ഫീയോ കാര്യങ്ങളൊന്നുമില്ല, എൻട്രൻസ് ഒക്കെ ഫ്രീ ആട്ടോ. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഫുള്ള് ഫ്രീ ആണ്. അവിടെ ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്ലോപ്പ് ആയെങ്കിലുണ്ടല്ലോ ഈ യാത്ര, അത് നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് ആസ്വദിച്ചു കിട്ടും. അതല്ലാതെ വേറെയും കുറേ ഫാമുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്താ അധികം ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും പെർമിഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെന്താ പറയുക, വരുന്ന വഴിക്ക് നമ്മൾ നല്ല ഒരു കിടിലൻ റിസോർട്ടും കണ്ടു. പിന്നെ അത്യാവശ്യം കുറേ പാർക്കുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ലൊക്കേഷൻ വന്നത് അൽ അമേരിയ റോസ് ഗാർഡൻ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്